ശാന്തി. പലപ്പോഴും പല ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾ നമ്മളോട് മോശമായി പെരുമാറുന്നു. ആ മോശമായി പെരുമാറുന്ന സമയത്ത് ഒരു മനുഷ്യൻ്റെ മനസ്സിൽ നെഗറ്റിവിറ്റി വരിക, ദേഷ്യം വരിക, ഇറിറ്റേഷൻ വരിക, സങ്കടം വരിക, അമർഷം വരിക, ഇങ്ങനെയുള്ളതായിട്ടുള്ള നെഗറ്റീവ് ഫീലിങ്സ് ഉണ്ടാകുന്നത് സ്വാഭാവികമായിരിക്കുന്ന ഘടകം. സുഖമില്ലാണ്ടാവുന്ന സമയത്ത്, ശാരീരികമായിട്ട് സുഖമില്ലാണ്ടാവുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ആ ഒരു ശാരീരികമായ അസ്വസ്ഥതേനെ വേണ്ട രീതിയിലൊരു കെയറിങ് നമുക്ക് കിട്ടുന്നില്ല എന്ന് തോന്നുമ്പോൾ ഉണ്ടാകുന്ന വിഷമത്തിൽ നിന്ന് നമ്മളുള്ളിൽ നെഗറ്റീവ് ഉണ്ടാകുക, അതും സ്വാഭാവികമായിട്ട് പലർക്കും ഉണ്ടാവാറുണ്ട്. അതേസമയം നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു കാര്യമില്ലാതെ വെറുതെ ഇരിക്കുമ്പോൾ പോലും എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള, എപ്പോഴൊക്കെ ഒറ്റയ്ക്കാവുന്നു അപ്പോഴൊക്കെ മനസ്സിൽ നിന്ന് പണ്ട് കഴിഞ്ഞു പോയ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ, അഥവാ നമ്മളോട് ആരെങ്കിലും മോശമായി പെരുമാറിയത്, നമ്മുടെ ജീവിതത്തിൽ കുട്ടിക്കാലം തൊട്ട് നമ്മൾ അനുഭവിച്ചതായിരിക്കുന്ന എന്തെല്ലാം നെഗറ്റീവ് ഫയലുകളുണ്ടോ അതൊക്കെ ആക്റ്റീവായിട്ട് വരിക. അത് നമ്മളെ വെറുതെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുക. സമയം കടന്നു പോകുന്നത് അറിയില്ല, മനസ്സ് ഡിസ്റ്റർബ്ഡ് ആവും. ഒരു കാര്യമില്ലാതെ വെറുതെ ഇരുന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും മനസ്സ് വല്ലാണ്ട് അസ്വസ്ഥമാകുന്നു. ഇങ്ങനെ ഈ രീതിയിൽ നിങ്ങൾക്ക് നെഗറ്റീവ് തോട്ട്സ് വരുന്നുണ്ട് എങ്കിൽ, ആദ്യം പറഞ്ഞ ലെവലിൽ സം സിറ്റുവേഷൻ വരുമ്പോൾ അതിനെ നിങ്ങൾക്ക് അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആ നെഗറ്റീവ് തോട്ട്സിനെ അതിജീവിക്കേണ്ടത് എങ്കിൽ, നമ്മുടെ ഉള്ളിനുള്ളിലതായിട്ടുള്ള നെഗറ്റീവിൻ്റെ എഫക്റ്റ് കുറവാണ്. നിങ്ങൾക്ക് കുറഞ്ഞ പോസിറ്റീവായിരിക്കുന്ന തോട്ട്സ് ഡെയിലി പഠിക്കുകയും അതിന് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ള വിചാരത്തോടു കൂടി എന്താണ്, എങ്ങനെയാണ്, എന്തുകൊണ്ടാണ്, എങ്ങനെ ഞാൻ അപ്ലൈ ചെയ്യും, ഇല്ലെങ്കിൽ എനിക്ക് എന്ത് നഷ്ടം ഉണ്ടാകും, ഈ രീതിയിൽ ഒരു കാര്യത്തിനെ കുറിച്ച് എന്തുകൊണ്ട്, എങ്ങനെ, ഏതാണ് അതിൻ്റെ അപ്ലിക്കേഷൻ മെത്തേഡ്, അതില്ലെങ്കിൽ എനിക്ക് എന്ത് സംഭവിക്കും, ഇത്രയും കാര്യങ്ങൾ ഒരു പോയിന്റിനെ എടുത്തുകൊണ്ട് മഥനം ചെയ്ത് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയാനുസാരം വരുന്ന അത്തരം സിറ്റുവേഷൻസിനെ നമുക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കും. അതേസമയം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്കിരുന്നാൽ, ഞാൻ ഓർമ്മിച്ചു പോകും, എനിക്ക് വളരെ ക്ലോസ് ആയിട്ട് അറിയുന്ന ഒരു ബ്രദർ ഉണ്ടായിരുന്നു. അവർക്ക് വീടിൻ്റെ ഉള്ളിൽ ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ ഭ്രാന്തെടുക്കും, എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്ന പോലെ തോന്നും. അവർ വാതിൽ തുറന്നിട്ട് പുറത്ത് അറ്റ്ലീസ്റ്റ് വണ്ടികൾ പോകുന്ന ശബ്ദമെങ്കിലും കേൾക്കും, എനിക്കൊരു സമാധാനം. അയൽപ്പക്കത്തുനിന്ന് ആളുകൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഒരു സമാധാനം, വണ്ടി വീടിൻ്റെ മുന്നിലൂടെ പോകുന്നത് കാണുമ്പോൾ ഒരു സമാധാനം. സൈലൻസ് അവർക്ക് സാധിക്കുകയില്ല. അങ്ങനെയൊക്കെ ഒരു അവസ്ഥ നിങ്ങൾക്കൊന്നുണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ, ഉപബോധ മനസ്സിൻ്റെ ഉള്ളിൽ അൺലിമിറ്റഡ് നമ്പർ ഓഫ് നെഗറ്റീവ് ഫയൽസിനെ റെക്കോർഡിംഗ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് അർത്ഥം. എപ്പോഴൊക്കെ സൈലൻസ് ആവുന്നു അപ്പോഴൊക്കെ നമ്മുടെ ഉപബോധ മനസ്സ് പൂർണ്ണമായിട്ടും ആക്റ്റീവ് ആവും. മറ്റു കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ചെയ്യാനില്ല, ഫ്രീ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ കോൺഷ്യസ് മൈൻഡ് സ്വാഭാവികമായിട്ടും വിശ്രമത്തിൻ്റെ അവസ്ഥയിലേക്ക് പോവും. ആ സമയത്ത് ഉപബോധ മനസ്സ് വളരെ ശക്തമായിട്ട് ഉണർന്നെഴുന്നേൽക്കുകയും ചെയ്യും. അങ്ങനെ ഉണ്ടാവുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ഉള്ളിലെ ഫയലുകൾ നെഗറ്റീവാണ് എങ്കിൽ, അഥവാ നമ്മുടെ ബാഡ് മെമ്മറീസ്, ചീത്ത ഓർമ്മകളെ, സ്മൃതികളെ നിറച്ചു വെച്ച ഒന്നാണ് എങ്കിൽ, നിങ്ങൾക്ക് പിന്നെ വരുന്ന ചിന്തകൾ നെഗറ്റീവിൻ്റെ ഒരു പ്രവാഹമായിരിക്കും ഉണ്ടാവുക. കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ച് പറ്റാത്തൊരവസ്ഥ, എന്തെന്നറിയാത്തൊരു ഭയം, അല്ലെങ്കിൽ അസ്വസ്ഥത, കിടന്നിട്ട് ഉറങ്ങണം എന്ന് നോക്കിയാൽ ഉറങ്ങാൻ പറ്റുന്നില്ല, എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ച് പോയിരുന്നാൽ ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും എന്നെക്കൊണ്ടാവുന്നില്ലല്ലോ എന്ന് പറയുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ്. ഇത് ഇപ്പോൾ പല ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് കേൾക്കാം ഇങ്ങനെയൊക്കെ. പക്ഷേ ഈ അവസ്ഥയെ അതിജീവിക്കാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞുതരികയാണ്. നമ്മുടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിലെ തലച്ചോറിൽ നമ്മുടെ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്ന കുറേ ഭാഗങ്ങളുണ്ട്. നമ്മളെ സഹായിക്കുന്നതായിരിക്കുന്ന ഓർഗൻസ്. അതിൽ ഒരാൾക്ക് നട്ടെല്ലിൽ ഒരു കീടാണുക്കളുടെ ഒരു ആക്രമണം ഉണ്ടായി. ആ രോഗം വളരെ വേഗം സ്പ്രെഡായി അയാളുടെ തലച്ചോറിലെ മെമ്മറീസിനെ ബാധിക്കുന്ന, നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കൺട്രോൾ ചെയ്യുന്ന കൺട്രോളിങ് പാനലിൻ്റെ വലിയൊരു ഭാഗം തന്നെ അത് ആ കീടാണുക്കൾ പ്രവർത്തനരഹിതമാക്കി മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് അയാൾ കുറേ കാലം കോമയിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്തു. പിന്നെ പതുക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അയാൾ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന ശേഷം അയാളുടെ ഭാര്യ നോക്കുമ്പോൾ അവർക്ക് വളരെ അത്ഭുതപ്പെട്ടു പോയി. വെള്ളം കുടിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കും. ആഹാരം കഴിക്കാൻ പോയി കഴിഞ്ഞാൽ ആഹാരം കഴിച്ചുകൊണ്ടേയിരിക്കുന്നു. വയറ് നിറഞ്ഞു, എനിക്ക് മതിയായി നിനക്ക് മനസ്സിലാവില്ല, പിന്നെയും കഴിക്കാൻ തുടങ്ങിയിരിക്കും. വായിക്കാൻ തുടങ്ങിയാൽ വായിച്ചു കൊണ്ടേയിരിക്കും. എന്തൊരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നു അത് നിരവധി തവണ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു അയാൾ. ആ അവസ്ഥ കണ്ടപ്പോൾ വൈഫിന് ഭയങ്കര പേടിയായി. തിരിച്ചവളെ
ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. ഡോക്ടർമാർ കുറേ കാലങ്ങൾ അയാളെക്കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലായി അയാളുടെ ബ്രെയിനിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതായിരിക്കുന്ന മെമ്മറി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. മീൻസ് കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി അയാളുടെ ബ്രെയിനിന് ഇല്ലാതായിരിക്കുന്നു. പക്ഷേ ഈ സ്മൃതികളെല്ലാം തന്നെ ബ്രെയിനിലല്ലല്ലോ റെക്കോർഡാവുന്നത്, മൈൻഡിലല്ലേ. അതുകൊണ്ട് വെള്ളം കുടിക്കേണ്ട സമയമാകുമ്പോൾ വെള്ളം കുടിക്കണം എന്ന് അയാൾ ഓർക്കും. ആ കുടിച്ച കാര്യത്തിന് വെള്ളം കുടിച്ചു, ശരീരത്തിലേക്ക് ആവശ്യത്തിനുള്ളതായിട്ടുള്ള മെസ്സേജ് നമുക്ക് തരണമെങ്കിൽ നമ്മുടെ ബ്രെയിൻ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. പക്ഷേ ആ ബ്രെയിനിന് ആ ഒരു റെക്കോർഡിംഗ് ഇല്ല. അതുകൊണ്ടാണ് അയാൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യത്തിന് അയാളിൽ നിന്ന് സ്വഭാവം ഇല്ലാതാക്കാൻ വേണ്ടി ഓരോ ദിവസവും സമയമാകുമ്പോൾ വെള്ളം കുടിക്കേണ്ട സമയമാകുമ്പോൾ കൃത്യം വെള്ളം കുടിക്കാനായി എന്ന് പറഞ്ഞ് എടുത്തു കൊടുക്കുക. അക്യൂറേറ്റ് ആയിട്ടുള്ള ടൈമിൽ ഫുഡ് കഴിക്കുന്ന ഒരു ടൈം ഫിക്സ് ചെയ്തു. 1 മണിയാണെങ്കിൽ 1 മണി, 4 മണിയാണെങ്കിൽ 4 മണി, ഏതൊരു കാര്യം കൃത്യമായിട്ട് ആ സമയത്ത് അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ കുറച്ച് നാൾ ഓരോ കാര്യവും കൃത്യം സമയത്ത് അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ആ ഫീലിങ്സ്, ആ മെമ്മറി അയാളുള്ളിൽ റെക്കോർഡായി. പൂർണ്ണമായിട്ട് മെമ്മറി ഡിലീറ്റ് ആവുന്നില്ല. അതുകൊണ്ടാണല്ലോ വെള്ളം കുടിച്ച ആൾക്ക് വീണ്ടും വീണ്ടും കുടിക്കണം തോന്നാൻ കാരണം എന്തുകൊണ്ടാണ്? അയാൾ വെള്ളം കുടിക്കുക എന്നുള്ളതായിരിക്കുന്ന കാര്യവും ആ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ശരീരത്തിൽ സെൻസ് ചെയ്തിട്ട് ഇത് മതി എന്ന് പറയാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഓരോ കാര്യവും കൃത്യമായിട്ട് ആ സമയത്ത് അയാളെ കൊണ്ട് ചെയ്യിച്ചാൽ ആ മെമ്മറി എല്ലാ കാര്യവും കൃത്യമായി അയാളെ ചെയ്യാൻ സഹായിക്കുന്നു കണ്ടെത്തി ആ ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ അയാൾ ഓൾമോസ്റ്റ് നോർമലായിട്ട് ഒരു ലൈഫ് ലീഡ് ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ ഒരു കാര്യം എന്തുകൊണ്ട് പറഞ്ഞു എന്നായിരിക്കും. തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെ ഏതൊരു ഫയലിനെ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായിട്ടൊരു കാര്യം ചെയ്താലാണ് ആ കാര്യം സ്വഭാവമാകുന്നത്, അത് നമ്മുടെ സംസ്കാരമാവുന്നത്. ഭയം എന്ന സാധനം വല്ലാതെ നമ്മളെ ഭരിക്കുന്നുണ്ടെങ്കിൽ, നെഗറ്റീവ് തോട്ട്സ് വല്ലാണ്ട് നമ്മളെ ഭരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഒറ്റയ്ക്കാവാൻ പോകുന്ന സമയം എപ്പോഴാണ് എന്ന് തോന്നുക ആ ഒരു സമയം എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ സമയത്ത് ഈ ഒരു തോട്ട് ഇപ്പം ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഓർമ്മിക്കാം. നമ്മൾ ഈശ്വര വിശ്വവിദ്യാലയത്തിൽ പറയും സ്വമാനത്തിൻ്റെ അഭ്യാസം എന്ന് പറയും. അതായത് അത്രയും ഹൈലി പവർഫുൾ ആയിരിക്കുന്ന അഫർമേഷൻസ് അതിൻ്റെ ഫീലോടുകൂടി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും. അത് നിരവധി തവണ, 108 തവണ. അപ്പോൾ ഫ്രീ ആണ്, നമുക്ക് അരമണിക്കൂർ നമുക്ക് ടോട്ടൽ ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നൊരു സമയം എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ മറ്റ് എൻഗേജ്മെൻറ്റിലേക്കൊന്നും പോകുന്നില്ലെങ്കിൽ ഒന്നുകിൽ നമ്മുടെ മാസ്റ്റർ സർവശക്തിവാൻ, ഞാൻ നിങ്ങൾക്ക് പലപ്പോഴും പറഞ്ഞു തന്നൊരു അവസ്ഥയുണ്ട്. മാസ്റ്റർ സർവശക്തിവാൻ, മാസ്റ്റർ ശാന്തിസാഗരൻ, മാസ്റ്റർ പവിത്ര സൂര്യൻ, ഇങ്ങനെയുള്ളതായിരിക്കുന്ന പവർഫുൾ ആയിരിക്കുന്ന പരമാത്മ അഭിമാനിയാക്കുന്ന രീതിയിലുള്ളതായിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അതിലേക്ക് നമ്മുടെ കോൺസെൻട്രേഷന് കൊണ്ടുവരും. അത് റിപ്പീറ്റ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കുന്ന ഫയൽ, ഞാനിപ്പോൾ എൻ്റെ ഉള്ളിൽ പ്യൂരിറ്റിയാണ്, പവിത്രതയാണ് ഞാൻ എൻ്റെ ഉള്ളിൽ ഉറപ്പിക്കുന്നതെങ്കിൽ, എക്സ്പീരിയൻസ് ചെയ്ത് ഉണർത്തുന്നതെങ്കിൽ, സ്വാഭാവികമായിട്ടും ഇംപ്യൂർ ആയിരിക്കുന്ന എന്തെല്ലാം മെമ്മറീസിൻ്റെ ഫയൽസ് എൻ്റെ ഉപബോധ മനസ്സിൽ റെക്കോർഡഡ് ആണോ അത് സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് ഡിലീറ്റ് ആവും. ഭയമാണെങ്കിൽ ഞാൻ മാസ്റ്റർ സർവശക്തിവാൻ ആത്മാ എന്നുള്ള ആ ഒരു സ്വമാനത്തിൻ്റെ പ്രാക്ടീസ് നമ്മൾ ചെയ്യുമ്പോൾ, അഫർമേഷൻ നമ്മൾ ചെയ്യുമ്പോൾ, നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ്റെയോ അല്ലെങ്കിൽ മോഡേൺ ലാംഗ്വേജിൽ പറഞ്ഞ അഫർമേഷൻ, സ്പിരിച്വൽ സ്റ്റഡിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്വമാനത്തിൻ്റെ അഭ്യാസം, ആ പ്രാക്ടീസ് നിങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നിർഭയത എന്നതായിരിക്കുന്ന ശക്തി ഉണരും, ഭയം എന്നതായിരിക്കുന്ന ബലഹീനത നമ്മുടെ ഉള്ളിൽ നിന്ന് ഇല്ലാതായിട്ട് മാറും. അതുപോലെ നമുക്ക് സ്നേഹത്തിൻ്റെ ലാക്കിംഗ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഈശ്വര സ്നേഹത്തെ അനുഭവം ചെയ്തുകൊണ്ട് ഞാൻ മാസ്റ്റർ സ്നേഹസാഗരൻ എന്ന ഒരു ഫീലിംഗ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ അനുഭവം നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ഒരു സ്നേഹത്തിൻ്റെ മിസ്സിങ്, എൻ്റെ ഇന്നൊരാൾ എന്നെ ഉപേക്ഷിച്ചു പോയി, അവരെന്നെ ഇട്ടിട്ട് പോയി, അവരെനിക്ക് തരുന്നില്ല, എൻ്റെ അമ്മ എന്നെ കെയർ ചെയ്യുന്നില്ല, എൻ്റെ സഹോദരങ്ങൾ എന്നെ കെയർ ചെയ്യുന്നില്ല, എൻ്റെ ഹസ്ബൻഡ് എന്നെ കെയർ ചെയ്യുന്നില്ല, എൻ്റെ മക്കൾ എന്നെ വേണ്ടുവിധം നോക്കുന്നില്ല, എറ്റ്സെട്ര കണ്ടിന്യൂസ് ആയിട്ടുള്ള പരാതികളുടെ ഒരു ഭണ്ഡാരം ഓൾമോസ്റ്റ് ഓൾ ലൈഫിലും മനുഷ്യന്മാരെന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു ലാക്കിംഗ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് 100% ഇല്ലാതാക്കാൻ വേണ്ടി ഈ ഒരു പ്രാക്ടീസ് നിങ്ങളെ സഹായിച്ചു തരും. അതിന് കുറേയും കൂടെ നല്ലതായിരിക്കും നിങ്ങൾ മെഡിറ്റേഷനിലൂടെ ഞാൻ ആത്മാ എന്നുള്ളതായിരിക്കുന്ന സ്ഥിതി, നമ്മുടെ യഥാർത്ഥമായിരിക്കുന്ന സ്വസ്ഥിതിയെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ കൂടെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ വളരെ എളുപ്പത്തിൽ ഈ പ്രാക്ടീസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഓരോ തവണ ചെയ്യും തോറും ജന്മജന്മാന്തരങ്ങൾ കൊണ്ടുപോലും നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ഉള്ളിൽ റെക്കോർഡായിപ്പോയ നെഗറ്റീവ് ഫീലിങ്സ് അഥവാ നെഗറ്റീവ് ഫയൽസ് ഡിലീറ്റ് ആയി പോവുകയും പതുക്കെ അതിന് പകരം മുഴുവൻ പോസിറ്റീവായിരിക്കുന്ന ഫയലുകൾ അവിടെ നിറയുകയും ചെയ്യും. ഓരോ പെർസെൻറ്റേജ് പോസിറ്റിവിറ്റി കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ആ സാഹചര്യം
സാഹചര്യത്തിൽ ഫേസ് ചെയ്യുമ്പോഴതായിരിക്കുന്ന നിങ്ങളുടെ പ്രയാസം അഥവാ ടെൻഷൻ, നെഗറ്റിവിറ്റി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അറിയാതെ പോയതായിട്ട്, ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ, ഇപ്പോഴല്ലേ അല്ല, ഇത് വേറൊരാളുടെ കഥ ഓർക്കും പോലെ ഞാൻ അങ്ങനെ ആയിരുന്നു എന്ന് പറയത്തക്ക രീതിയിൽ നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ആ മാറ്റം കൊണ്ടുവരാൻ പറ്റും. ഓൾവേസ് പോസിറ്റീവ് ആവാനും എല്ലാവർക്കും പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.